അവിടെ തന്നെ നോളി ഇനി വരണം. ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാം. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരും ഇല്ലേ? മഞ്ഞപ്പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ? അതെ. ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ. അല്ല നിങ്ങളെ മൂന്നാളിയും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പോ എന്താ അറിയണ്ടേ? അല്ല മൂന്നാളും ഒരുപോലെ ഇരിക്കുന്ന അവൻ ചോദിച്ചാ. ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ കണ്ടടാ, പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ 2 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കില്ല ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ ഇല്ലടാ, ഇവിടെ വന്ന് കുത്തിരിക്കുക എല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് ഇന്നേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കിരിക്കേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെറുകാലുകൾ എന്താ വലിയ ചില്ലിത്തെക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് അയാളെ കണ്ടാൽ തന്നെ ഭയങ്കര ദേഷ്യം. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഇതിലാ കണ്ടേ? ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും വീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. പെട്ടെന്ന് വിട്ടോ. അള്ള പറ്റിച്ചല്ലോ. നമ്മളെ ബാലകൃഷ്ണനല്ലേ? ബാലകൃഷ്ണ എടാ നിങ്ങൾ ഓടണം. ഞാൻ പറഞ്ഞ സ്മൈലെ കുറ്റം സ്പീഡ് ലോഡ് ചെയ്യും. നിക്കവിടെ ബാലകൃഷ്ണ. നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. നീ മനസ്സിലാക്കല്ലേ? എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല നമ്മളെടുത്തുണ്ട് കാറ്. വിടാ വിട് കാറ്. ടാക്സി എങ്കിലും ടാക്സി വിട്. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പോഴും നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. ഇത് തുറക്കുവാനെ ഡ്രൈവർ. സോറി ഇത് തുറക്കണ സ്മാനെ. ഒന്നാമത് തല്ലി തല്ലി അടുക്ക പോ. വിട് വിട് വിട. എന്താ കളിക്കും? വിട്. അല്ലോ അതിരികളെ പറ്റിച്ച്. ബാലകൃഷ്ണ ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഇതെന്തിട്ട് ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ? വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. നീ ഒരെണ്ണം പോയി വീണിട്ട് വേടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നും മത്തായിച്ചേട്ടാ ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി. ഇവിടെ ഇനി ഇവിടെ മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല. പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ. പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. ചേട്ടാ അവിടുത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ കുഞ്ഞിവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കാട്ടെ. എനിക്ക് തുറന്ന് പരിചയം. മാറ് കൈവിട്. ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്നു നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്.
എവിടെ? കൊണ്ടുവരാം കൊണ്ടുവരാം. അല്ലെങ്കിൽ പോകരുത്. ആ പെട്ടിക്ക് തടാ. കൊടുക്കണ്ട പെട്ടി തരാൻ. നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. നിഷമോളോടെ. അതെ, ഉർവശി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മി മറീസിന്റെ നിഷമോളോടെ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിഷമോളോടെ പറയണോ? എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. ഇടപെടൽ മിസ് ഉർമി സ്തംഭാൻ ഞങ്ങളെ തടയരുത്. നടക്കണം. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. ഓടിക്കോ. ശരി, ഒക്കെ പോലീസുകാരെ എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? മിസ്റ്റർ ഉർമി തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ചയൊക്കെ ഉണ്ട്. ഇവിടെ ഒടുങ്ങിലും ഉണ്ടാവും. വേം വരി. ഇതിലെ ഓടാനും വയ്യ നല്ലോണം. അല്ല, നമ്മളെ ബാലകൃഷ്ണനല്ലേ എല്ലാരും കൂടി കൂടിയായിരിക്കണേ? മജീദ്, ജബ്ബാറ്, സുക്കൂറെ, വരികടാ. അരി ഊരി അടിക്ക്. അരി തുടക്കണം അവിടെ. മഞ്ഞ പിശാച് ബാലകൃഷ്ണൻ നമ്മുടെ പാർട്ടിന്ന് കൊണ്ടിട്ട് പോയാടി നീക്കി പിടിക്കിച്ച കാര്യം. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിൽ ചിലപ്പോ നിങ്ങൾ ജയിലിൽ കൊണ്ടുവരും. ഞാൻ പറഞ്ഞേക്കാം. എന്തത് എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ? അങ്ങോട്ട് പോട്ടെ. അയ്യോ, അങ്ങോട്ട് തിരിച്ചു പിടിക്കേ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. തല കാണുന്നടാ. ഇന്നത്തെ പരിപാടിയൊക്കെ വേണ്ട. പോയില്ലേ മുതല്? ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വിടും ഞാൻ. ഇങ്ങനെ നിന്നെ വിട്ടിട്ടുണ്ട്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക പ്ലീസ്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലാണോ? ഇതെന്താ ഇയാൾ പിടിച്ചിരിക്കുന്നത്? തടുത്തോ? അമ്മേ, അയ്യോ അയ്യോ അയ്യോ. നിർത്തി. ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ. എനിക്ക് എന്താണ് പ്രാന്ത് പിടിച്ചു തോന്നണേ? ഒരു വാച്ച് കിട്ടിണ്ട്. തന്റെ ആണോ? ഞാനേ അടുത്താളോ അടുത്താളോ. നീ എന്താ ഇവിടെ കുതിര കളിക്കുക? ഇടുവാ നിന്നെ. ഞാനൊരു ഇരിക്കട്ടെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല. ചാരങ്ങൾ മലന്ന് എടുക്കണ്ട. ഞാൻ എനിക്ക് കൂട്ടിയേച്ചു പോയിട്ട് ഒരു ചവിട്ടോട്ടെ. ഇങ്ങോട്ട് വന്നേ. ബാലകൃഷ്ണ ഓടിക്കോ. ഞാൻ ഏതായാലും കയ്യച്ചോ. ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഒന്ന് വിട്ടേടാ ഗോപാലകൃഷ്ണ. ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മള് വിചാരിച്ച പോലെ അല്ലേട്ടാ. അയാൾ 3 ആൾ ഇരിക്കണം. ഞാൻ കണ്ടതാ. ഇങ്ങോട്ട് വാ. നന്ദിയോടാ. കംപ്ലീറ്റ് ലെവലാക്കി.